അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്ത് കലിമ നമ്മളത് പല സമയങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ബാങ്കില് അത് പറയുന്നുണ്ട്. ബാങ്ക് കേൾക്കുന്ന ആളുകൾ അതിന് പ്രത്യുത്തരമായി അത് ചൊല്ലുന്നുണ്ട്. നമസ്കാരത്തിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം നമ്മൾ എടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമ ഒരു വലിയ അവകാശവാദമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്. ഇതൊരു വലിയ അവകാശവാദമാണ്. ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ യോഗ്യരാണോ നമ്മൾ? പള്ളിമിനാരങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണിത്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് പ്രവാചകൻ അന്ത്യപ്രവാചകനാണ്, ആ പ്രവാചകൻ അല്ലാഹു അയച്ച പ്രവാചകനാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അവകാശവാദമാണ്. ഓരോ തവണ ഇത് നമ്മൾ ഉച്ചരിക്കുമ്പോഴും ഈ അവകാശവാദം ഉന്നയിക്കാൻ നമ്മൾ യോഗ്യനാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു കെലിമയാണ് നമ്മൾ ഈ ചെല്ലുന്നത്. എല്ലാവരോടും നമ്മൾ പറയുകയാണ്, സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ കണ്ടു നോക്കൂ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതിന് ഈ പ്രവാചകനെ കുറിച്ച് എൻ്റെ ജീവിതം സാക്ഷ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അവകാശവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ജീവിതമാണല്ലോ. എല്ലാ ഖത്തീബുമാരും മലയാളത്തിലും അറബിയിലും മറ്റു ഭാഷകളിലും ഒക്കെ ഖുതുബ നടക്കുന്ന എല്ലാ പള്ളി മുമ്പറുകളിലും എല്ലാ ഖത്തീബുമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജീവിത സൂക്ഷ്മത പുലർത്തണം എന്നതാണ്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി. പിന്നെ ഓരോ ഖത്തീബുമാരും അവരുടെ ഇഷ്ടത്തിനും അവരുടെ അറിവിനും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ആളുകളോട് പറയും. പക്ഷേ അതിൻ്റെ ഉന്നമെന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ്. എവിടെ സൂക്ഷിക്കേണ്ടത്? നിസ്കരിക്കുന്ന ഒരു 5 മിനിറ്റ് സൂക്ഷിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നോമ്പെടുക്കുന്ന ഒരു മാസം അല്ലെങ്കിൽ പകലുകളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചല്ല. ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോഴുള്ള ഒരു സൂക്ഷ്മതക്ക് വേണ്ടിയിട്ടല്ല ഈ പറയുന്നത്. മറിച്ചോ, നിങ്ങൾ ജീവിതം കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോ ഷഹാദത്ത് കലിമ പോലെയുള്ള വലിയ അവകാശവാദങ്ങൾ ഈ സമൂഹത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തെ അടിമുടി മാറ്റുവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഈ അവകാശവാദം മറ്റൊരു ഭാഗത്ത് നിൽക്കുകയും നമ്മളുടെ ജീവിതം വേറെ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ജീവിതത്തിന്റെ, വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകരാറുകളെ വിശ്വാസത്തിൽ സംഭവിക്കുന്ന തകരാറുകളായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഗൗരവപ്പെട്ടൊരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന തകരാറുകളെ ഈമാനിൽ ഉണ്ടാകുന്ന തകരാറായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോ ഈ കപട വിശ്വാസിയെ കുറിച്ച് ഹദീസുണ്ട്. നമ്മൾ പഠിച്ചൊരു ഹദീസുണ്ട്. ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദബ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹദീസുണ്ട്.
അതേസമയം തന്നെ മുനാഫിക്കിന്റെ അടയാളങ്ങൾ 3 4 എന്ന് പറയുന്ന ഹദീസുമുണ്ട്. അപ്പൊ ആയത്തുൽ മുനാഫിക്കിന്റെ അടയാളം, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൽ കാപട്യം സംഭവിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. കപടൻ എന്നാണ് മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിനെ ഇവിടെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ നമ്മൾ പറയാ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ കാപട്യം സംഭവിച്ചവനെ കുറിച്ചാണ് മുനാഫിക്ക് എന്ന് പറയുക. എന്നിട്ട് ഈ മുനാഫിക്കിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇദതുമിനഹാന, വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ വഞ്ചിക്കും. ഒരാളോട് ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യൂല, അത് വഞ്ചിക്കും. വഇദാ ഹദ്ദസ കദബ, നാക്കെടുത്തു കഴിഞ്ഞാൽ കളവേ പറയുള്ളൂ. ഇങ്ങനെ കളവ് പറയാൻ പാടില്ല എന്നത് ഒരു ഗൗരവപ്പെട്ട പ്രശ്നമായിട്ട് അയാൾക്ക് തോന്നുപോലുമില്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദൈനംദിന ഇടപാടിൽ തന്നെ കളവ് പറയാന്നുള്ളത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ സ്വഭാവം റസൂൽ പറയുന്നു വഇദാ ആഹദ ഗദറ, കരാറുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ കരാറുകൾ ലംഘിച്ചു കൊണ്ടിരിക്കും. വഇദാ ഖാസമ ഫജറ, പിണങ്ങിക്കഴിഞ്ഞാൽ, തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പുലഭ്യം, അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കും. 4 കാര്യങ്ങളെ കുറിച്ചാണ് റസൂൽ പറയുന്നത്. ഇദതുമിനഹാന, വിശ്വസിച്ച് ഇതാരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുത്താൽ അയാൾ വേറൊരാളോട് പോയിട്ട് ഇതാരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് ഇദതുമിനഹാന, വിശ്വാസപൂർവം ഒരാൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാര്യത്തിൽ വിശ്വസ്തത പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ അത് ഞാനും വേറൊരാളും തമ്മിലുള്ള ഇടപാടിലെ ഒരു പ്രശ്നമായിട്ടല്ല റസൂൽ പറയുന്നത്. മറിച്ച് എന്താണെന്നറിയോ? നമ്മുടെ ഈമാനിൽ പുഴുക്കുത്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ആയത്തുൽ മുനാഫിക്കിന്റെ അടയാളമായിട്ടാണ് ഈ വിഷയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. വഇദാ ഹദ്ദസ കദബ, തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും. ഇസ്ലാമില് ഫിഖ്ഹില് പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ അനിവാര്യമായ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യന് കളവ് പറയാമെന്ന് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് കളവ് പറയുക എന്നത് ഒരു സ്ഥിരം ശീലമാക്കി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എവിടെയും ഏത് സ്ഥലത്തും ആരുടെ മുമ്പിലും രക്ഷപ്പെടുവാൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഞാൻ അയാളോട് കളവ് പറഞ്ഞ് അയാളെ പറ്റിച്ചു എന്നിടത്തല്ല പ്രശ്നം, മറിച്ച് പ്രശ്നം കിടക്കുന്നതോടെ എന്ന് ചോദിച്ചാൽ എന്റെ ഈമാനിൽ ഗുരുതരമായ പ്രശ്നം സംഭവിച്ചിരിക്കുന്നു എന്നിടത്താണ്. വഇദാ ആഹദ ഖദറ, നിങ്ങൾ കരാറുണ്ടാക്കുന്നു, എന്ത് കരാറുകളായാലും ശരി, ചെറുതും വലുതുമായ എന്ത് കരാറായാലും ശരി, ആ കരാറുകൾ ഒരു മനുഷ്യൻ ലംഘിക്കുന്നുവെങ്കിൽ അയാളും നമ്മളും തമ്മിലുള്ള ഒരു കരാർ ലംഘന പ്രശ്നം എന്നത് മാത്രമായിട്ടല്ല റസൂല് പഠിപ്പിക്കുന്നത്, മറിച്ച് ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. വഇദാ ഖാസമ ഫജറ, ആളുകൾ സുഹൃത്തുക്കളാവുമ്പോഴൊക്കെ കുടുംബക്കാരാവുമ്പോഴൊക്കെ നല്ല ഉഷാറായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ചെറിയ വ്യതിയാനങ്ങൾ, ചില തെറ്റലുകൾ സംഭവിക്കുന്നതോടുകൂടി പിന്നെ ഒരു മനുഷ്യൻ കേട്ടാൽ അറപ്പുളവാക്കുന്ന എന്തും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഓൺലൈനിലായാലും ശരി ഓഫ്ലൈനിലായാലും ശരി, അസഭ്യം പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വേറൊരാളെ കണ്ടാൽ ചിലപ്പം പറയും, ബാപ്പക്ക് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ എന്ന് പറയും. റസൂല് പറയുന്നത് ഇയാളെ ഈമാൻ നേരത്തെ തന്നെ തകർന്നു പോയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനോടും ഒരു കാര്യം പറയുമ്പോൾ വൃത്തിയിലും വെടിപ്പിലും അത് പറയാതിരിക്കുക, ആളുകളുടെ മുമ്പിൽ കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എല്ലാ കരാറുകളും ജീവിതത്തിൽ ലംഘിച്ചുകൊണ്ടേയിരിക്കുക, ആളുകൾ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാന മുനാഫിക്കൻ ഖാലിസൻ, മുഖ്ലിസായ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വൃത്തിയും വെടിപ്പുമുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ശുദ്ധ മുനാഫിക്കാണ് അവൻ. അവന്റെ ഈമാനിൽ വലിയ കപടത വെച്ച് പുലർത്തുന്നവനാണ് അവൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ ശരിക്ക് കപടൻ എന്ന് പറയേണ്ടത്. കാരണം അള്ളാഹിനോട് ദേഷ്യപ്പെടുക, അള്ളാഹിനോട് പുലഭ്യം പറയാ, അള്ളാഹുവുമായിട്ട് കരാറുണ്ടാക്കിയാൽ അത് തെറ്റിക്കുക, റസൂലുമായിട്ട് കരാറുണ്ടാക്കിയാൽ അത് തെറ്റിക്കുക, റസൂലിനെ വഞ്ചിക്കുക. ഈ നമ്മള് വിശ്വാസകാര്യങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസം, പ്രവാചകനിലുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈമാൻ കാര്യം മാറണം എണ്ണിപ്പോകുന്നത്. ആ ഈമാൻ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഇടിവിനെ കുറിച്ചല്ല റസൂല് പറയുന്നത്, മറിച്ച് നിങ്ങൾ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ ഇടപഴകലുകളിൽ ഉണ്ടാകുന്ന മോശത്തരങ്ങൾ
നിങ്ങളുടെ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ജീവിതം നിങ്ങൾ കണ്ടു നോക്കൂ, എന്റെ ജീവിതം സാക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഈ ലോകത്ത് ഒരു ഇലാഹില്ല എന്നതിന് പ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിന് എന്റെ ജീവിതം സാക്ഷ്യമാണ് എന്ന് ആളുകളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് നമ്മളുടെ ജീവിതം സാക്ഷ്യമല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കണം, ജീവിതം കൊണ്ട് ഇസ്ലാമിനെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഉന്നയിക്കുന്ന അവകാശവാദത്തെ സാക്ഷാത്കരിക്കുവാനുള്ള എന്തൊക്കെ യോഗ്യതകളാണോ നമുക്ക് വേണ്ടത് ആ യോഗ്യതകൾ മുഴുവൻ നമ്മൾ നേടിയെടുക്കണം. അത് നേടിയെടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരു സംഘടനയിലെ സജീവ പ്രവർത്തകനാകുന്നില്ല എന്നിടത്തല്ല പ്രശ്നം കിടക്കുന്നത്. നമ്മൾ ഒരു മഹല്ലിലെ നേരെ ചൊവ്വെ മുന്നോട്ട് പോകുന്ന ഒരാളല്ല എന്നിടത്തല്ല പ്രശ്നം നിൽക്കുന്നത് നമ്മളുടെ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഉന്നയിക്കുന്ന ഈ അവകാശവാദം അതാണല്ലോ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ശരിക്കും നോക്കിയാൽ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ഈ ഒന്നാമത്തെ അവകാശവാദമായ ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, ആ കാര്യം ഒരു മനുഷ്യന് നേരെ ചൊവ്വെ ചെയ്യുവാനുള്ള യോഗ്യത നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് ബാക്കി വരുന്ന 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നൊക്കെ പറയുന്ന ഈ 4 കാര്യങ്ങളുണ്ടല്ലോ ഇസ്ലാം കാര്യത്തിലെ. ആ 4 കാര്യങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ ഒന്നാമതായിട്ട് ഇസ്ലാം കാര്യത്തിൽ എണ്ണുന്ന ഈ ഷഹാദത്തുണ്ടല്ലോ, ആ ഷഹാദത്തിനെ സാധൂകരിക്കാൻ, നിങ്ങൾക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന, നിങ്ങളെ യോഗ്യരാക്കുന്ന കാര്യമാണ് പിന്നെ പറയുന്ന 4 കാര്യങ്ങൾ. അതേതാ? ഒന്ന് നിസ്കാരം. അപ്പൊ നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ ഫിഖ്ഹിൽ കുറെ സംഗതികളൊക്കെ പഠിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ പറയണത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വലിയൊരു അടിസ്ഥാനം അള്ള പറഞ്ഞു വെക്കുകയാണ്, വലിയൊരു അടിസ്ഥാനം. നമസ്കാരം അന്ത്യദിനത്തിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മമാണ് നമസ്കാരമാണ് ദീനിന്റെ തൂൺ. അസ്വലാത്തു ഇമാദുദ്ദീൻ. ഒരു മനുഷ്യനിൽ ദീനുണ്ടോ എന്ന് അളക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിസ്കാരമാണ്. അള്ള പറയണേ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഒരു മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകാതെ, അവനെ വീഴ്ചകളിലേക്ക് കൊണ്ടുപോകാതെ, മ്ലേച്ഛതയിലേക്ക് കൊണ്ടുപോകാതെ അവനെ തടഞ്ഞു നിർത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് നിസ്കാരമാകുന്നു. ആ നമസ്കാരം കൊണ്ട് അങ്ങനെ ഒരു ഗുണം നമുക്ക് കിട്ടാതെ പോകുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ആയത്തിനെ വിശദീകരിച്ചിട്ടെന്നോണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു കഥ പറഞ്ഞിട്ട് റസൂല് പറയുന്നുണ്ട്, നിങ്ങളുടെ വീടിന്റെ അടുത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ ആ നദിയിൽ നിന്ന് നിങ്ങൾ ഒരാള് 5 നേരം പോയിട്ട് കുളിക്കുന്നുവെങ്കിൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കി നിൽക്കുമോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇല്ലേ റസൂലെ. റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്കിൽ അതുപോലെയാണ് നിസ്കാരം. നിങ്ങൾ 5 സമയം ഒരു നദിയിൽ പോയിട്ട് വൃത്തിയിൽ കുളിച്ചു വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരു മാലിന്യവും അവശേഷിക്കാത്ത വണ്ണം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ അതന്നെയാണ് നിസ്കാരം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ നമസ്കാരങ്ങൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന ഈ പ്രതിജ്ഞയുണ്ടല്ലോ, ഈ അവകാശവാദത്തെ സാക്ഷാത്കരിക്കുന്ന നമസ്കാരമായിട്ട് നമ്മളുടെ നമസ്കാരങ്ങൾ മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തെ അങ്ങനെ മാറ്റിയെടുക്കാൻ ആവത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാള് സമ്പന്നന് അയാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള സമയമൊക്കെ എത്തിക്കഴിഞ്ഞാൽ 2.5% സക്കാത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ചെയ്യും. ആ 2.5% മഹല്ലും ഖത്തീബും അതുപോലെ തന്നെ ദീനും പടച്ചോനൊക്കെ നോക്കിയാൽ മതി. ബാക്കി 97% അതിന്റെ റോളാണ് എന്ന് തീരുമാനിക്കലല്ലോ സക്കാത്ത്.
2.5% അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് അതിന്റെ നിർണിതരായ ആളുകൾക്ക് കൊടുത്തേൽപ്പിച്ച് ബാക്കി 97% അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുവാൻ എനിക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്റെ സമ്പത്തിനെയും എന്നെയും ശുദ്ധീകരിച്ച് സക്കാത്ത് കൊടുക്കുന്നവനായിട്ട് ഞാൻ മാറുന്നത്. അത് ഞാൻ ആദ്യം നിർവഹിച്ച എന്റെ സാക്ഷ്യമുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സാക്ഷ്യത്തെ ബലപ്പെടുത്തുവാൻ തക്ക വിധമുള്ള സക്കാത്തായിരിക്കണം എന്റെ സക്കാത്ത്. നോമ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ നോമ്പിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നോമ്പെടുത്താൽ ശരീരത്തിന് ഇന്ന ഗുണാണ്, ഇങ്ങനൊക്കെ നമ്മൾ വിശദീകരിച്ച് പോകാറുണ്ട്. പക്ഷെ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ. നോമ്പെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രഷർ കുറയും, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇന്ന ശാരീരിക സൗകര്യം, ഇതിനെ കുറിച്ചൊന്നുമല്ല അല്ലാഹ് പറയണത്. നിങ്ങൾ നോമ്പെടുക്കണം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കണ്ടമാനം വരുന്ന തലമുറകൾക്ക് ഈ നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിത സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ടി. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ ജീവിതം കണ്ടാൽ നിങ്ങൾക്ക് കണ്ടു നോക്കൂ. എന്റെ ജീവിതം, ഈ തുറന്നു വെക്കപ്പെട്ട എന്റെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു നോമ്പായിട്ടാണ് നമ്മുടെ നോമ്പ് മാറേണ്ടത് എന്ന് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അവസാനം പറയുന്നത് എന്താ? ഹജ്ജിനെ കുറിച്ചാ. എല്ലാവരും ഹജ്ജിന് പോകുന്നുണ്ട്, നമ്മളിപ്പോ ഒരു ഹജ്ജിനെങ്കിലും പോകാതിരുന്നാൽ അതൊരു മോശമല്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. ഉംറക്കെങ്കിലും ചുരുങ്ങിയത് പോയിട്ടില്ലെങ്കിൽ പുതിയ കാലത്ത് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പോയി. എന്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ കുടുംബക്കാർ, ഇവരൊക്കെ പോയി. അതുകൊണ്ട് എവിടെന്നെങ്കിലും കടം വാങ്ങിട്ടെങ്കിലും ഒരു ഉംറെങ്കിലും നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആളുകൾക്കിടയിൽ നമ്മൾ മോശക്കാരാകും. അങ്ങനെയാണോ? ഇങ്ങനൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറിയൊരു വാക്കിൽ അതിനെ കുറിച്ച് പറയുന്നത് എന്താ? ഖറജക യൗമി വലദതുഹു ഉമ്മുഹു. നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പെറ്റിട്ട പ്രസവിച്ചിട്ട ദിവസം പോലെ വളരെ കൃത്യമായി, ഒരു അശുദ്ധിയും കലരാതെ, ഒരു വൃത്തികേടുകളുമില്ലാതെ പാപസുരക്ഷിതനായിട്ട് പുതിയ ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് വരുമ്പോൾ എത്രമാത്രം ശുദ്ധനാണോ അതുപോലെ ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത് നിങ്ങളെ പുതിയ മനുഷ്യനാക്കി നിങ്ങളെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹജ്ജ് കഴിഞ്ഞ, സക്കാത്ത് നിർവഹിച്ചു കഴിഞ്ഞ, നോമ്പെടുത്ത, നമസ്കരിച്ച ഒരു മനുഷ്യന് അയാൾക്ക് പറയാൻ കഴിയണം, എന്റെ നോമ്പും എന്റെ നമസ്കാരവും എന്റെ ഹജ്ജും എന്റെ സക്കാത്തും അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നതിന് സാക്ഷ്യമാണ്. നിങ്ങൾ എന്റെ ജീവിതം കണ്ടു നോക്കൂ. എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ ഹജ്ജും എന്റെ ഇടപഴകലുകളും എന്റെ ആളുകളുമായിട്ടുള്ള സംസാരങ്ങളും എന്റെ ജീവിതവും കണ്ടു നോക്കൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, പ്രവാചകനെ കുറിച്ച് കൂടുതൽ ഓർക്കുന്ന മാസമാണ് റബീഉൽ അവ്വൽ. അതിലേക്ക് പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറെ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഭ്രാന്തനാണ്, നിങ്ങൾ പ്രവാചകനല്ല, നിങ്ങൾ കള്ളപ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവാചകനെതിരെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അവസാനം പ്രവാചകന്റെ ഒറ്റ ചോദ്യമുണ്ട്, അല്ല നിങ്ങൾക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഞാൻ കള്ളപ്രവാചകനാന്ന് പറഞ്ഞു, ഓക്കെ. നിങ്ങള് ഞാൻ പ്രവാചകൻ തന്നെ അല്ല എന്ന് പറയുന്നുണ്ട്, ഓക്കെ. ഞാൻ എന്തോ വലിയ കാര്യലാഭങ്ങൾക്ക് വേണ്ടി വന്നവനാണ് എന്ന് പറയുന്നുണ്ട്, സമ്മതിച്ചു. ഇതൊക്കെ സമ്മതിച്ചു. പക്ഷേ എന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതാണ് പ്രശ്നം. നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്ത് പറയാനുണ്ട് എന്നതാണ് പ്രശ്നം. അതാണ് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ അവകാശവാദം എന്ന് പറയുന്നത് വലിയ ഒരു അവകാശവാദമാണ്. ഈ അവകാശവാദം ഉന്നയിക്കുവാൻ എന്റെ ജീവിതം നിങ്ങൾ കണ്ടു നോക്കൂ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നതിന് പ്രവാചകൻ ഈ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് എന്റെ ജീവിതം സാക്ഷ്യമാണ് എന്ന് ആളുകൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിനുള്ള ന്യായം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. അതില്ല എങ്കിൽ അതുണ്ടാക്കിയെടുക്കുവാൻ നമ്മളുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ വെറും ഒരു കർമ്മങ്ങളായിട്ട് മാത്രം പോകാതെ ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് ബാക്കി 4 കാര്യങ്ങളെയും ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഷഹാദത്ത് കലിമയുടെ ആളുകളായിട്ട് മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കഴിവ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.